ഉമ്മാനോട് മോൻ പറയാണ്, ഉമ്മ പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ നബി തങ്ങളതാ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ട്, ഖുർആൻ തഫ്സീർ പഠിക്കുന്നവരുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു. അവരെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, യുവാക്കളുണ്ട്. ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ, ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ, മുത്തുനബിയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂലുള്ളാഹിന്റെ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ സ്വഹാബിയായ കുട്ടി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മാന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു. അല്ലാഹു റബ്ബി, പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ, അപ്പൊ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ, എൻ്റെ ഈ മോനുണ്ടല്ലോ, തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും. തങ്ങൾ എങ്ങനെയാണോ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ. അതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായി. ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ലേ? പ്ലസ് 1 ചേരുകയാണെങ്കിൽ, SLC ചേരുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും, അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ കുട്ടിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഅ സഖാഫത്തുൽ ഇസ്ലാമിയ. 33ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അത് 2000 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ, 8ാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ വിവരമില്ല. പിന്നെ അവനെങ്ങനെ 8ാം ക്ലാസ്സിൽ ചേരും? അപ്പോൾ ഉസ്താദന്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല, എന്താ ഇപ്പം ചെയ്യുക? ഞാൻ പറഞ്ഞു, മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്കും. വാപ്പയുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വാപ്പ ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം അവൻ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത്? പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ്? പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇത് ഉണ്ടാക്കണത്. അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ഓനവിടെ ചേർത്ത് പഠിപ്പിക്കണം എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു കട്ടൻ ചായയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചാൽ നിങ്ങളിവിടെ ചേർന്നോളി എന്നാണ്. അങ്ങനെയാണ് പിന്നെ പ്രശ്നം പരിഹരിച്ചത്. അല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ. ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവർ ഉണ്ടോ? അവനത് ജിജ്ഞാസയുണ്ടോ? മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ? അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ ബാപ്പാനെ ചേർക്കല്ലേ നല്ലത്. ഉമ്മയുടെ ഗർഭാശയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, നമ്മുടെ ശരീരത്തിലും ആത്മാവിലും, നമ്മുടെ മാംസത്തിലും മജ്ജയിലും രക്തത്തിലും, നമ്മുടെ ഊണിലും ഉറക്കിലും, നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും, രഹസ്യത്തിലും പരസ്യത്തിലും, നമ്മുടെ ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും, നമ്മുടെ രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം നമ്മെ നിയന്ത്രിച്ച് നമ്മുടെ കൽബിലിങ്ങനെ ഉണ്ടാവേണ്ട വിശ്വാസം അല്ലാഹു അല്ലാഹ്. നമ്മുടെ ആട്ട അനക്കങ്ങളിലെല്ലാം നമ്മൾ നാവുകൊണ്ട് ഉരുവിടേണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടത് അല്ലാഹു അല്ലാഹ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിൽ വന്നപ്പോൾ ആദ്യമായി കേൾക്കേണ്ടതും അല്ലാഹ്. അല്ലാഹു നിശ്ചയിച്ച സമയം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവർത്തിച്ച് നമ്മുടെ നാവുകൊണ്ട് പറഞ്ഞതിൽ ഖുവ്വത്ത് ഹാഫിള, അതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ആവർത്തിക്കപ്പെട്ടത് അല്ലാഹു അല്ലാഹ്. ബോധമനസ്സ് നിലനിൽക്കുമ്പോൾ ആവർത്തിച്ച് അല്ലാഹ് എന്നത് വർദ്ധിച്ചിട്ടുണ്ടോ? അസ്രായീൽ അലൈഹിസ്സലാമിനെ കാണുന്നതോടെ അബോധ മനസ്സിലേക്ക് നീങ്ങുമ്പോൾ
ബോധമനസ്സിൽ നിന്ന് തേട്ടി വന്നുകൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇത് നമ്മൾ നിലനിർത്തി പോകാനാണ് അള്ളാഹു തന്നെ സംവിധാനിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വീടാകുന്ന പള്ളികളെല്ലാം 24 മണിക്കൂറും ഭൂമിയിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, തുടക്കം അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒടുക്കം അല്ലാഹ്. നിന്നെ സൃഷ്ടിച്ചു തുടങ്ങിയത് അള്ളാഹുവാണ്. നിന്നെ തിരിച്ചു വിളിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. നീ അല്ലാ എന്ന് കേട്ടുകൊണ്ടാണ് ഭൂമിയിൽ വന്നത്. നീ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകേണ്ടത്. അതിനിടക്ക് നിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് ഉച്ചരിച്ചതിൽ ആവർത്തിക്കപ്പെട്ട് അധികമുണ്ടാകേണ്ടത് അല്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, സ്വല്ലല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ദിക്റുകൾ ആയിരക്കണക്കിനുണ്ട്. അല്ലാ എന്ന് ചേർന്ന് വരുന്ന ദിക്റുകളാണ് കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ പിന്നെ അതിശ്രേഷ്ഠമായതാണ് അഫ്ളല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അധികമായി അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10,000 പ്രാവശ്യം ചൊല്ലി പിന്നെ ഓനെ കാണാനില്ല. ഇതല്ല. പിന്നെയോ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ആട്ട അനക്കങ്ങളിലും ചേർന്ന് വരേണ്ട അല്ലാ എന്ന ദിക്റുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ടത്, മുസ്വാക്ക് ചെയ്യുമ്പോൾ ചൊല്ലേണ്ടത്, ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്, വെളിയിൽ ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, അങ്ങനെ അങ്ങോട്ട് അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലും അല്ലാഹ് എന്നതിങ്ങനെ ചേർന്ന് വരണം. ഇടയ്ക്ക് അള്ളാഹുവും നമ്മളുമായുള്ള കണക്ഷൻ വിട്ടുപോകുമോ? നമ്മെ സൃഷ്ടിച്ച റബ്ബിനാണ് നമ്മുടെ ഹൃദയത്തെപ്പറ്റി അറിയുക. നമ്മെ സൃഷ്ടിച്ച റബ്ബിനാണ് നമ്മുടെ മെമ്മറി പവറിനെ പറ്റി അറിയുക. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിനാണ് നമ്മുടെ എല്ലാറ്റിനെ പറ്റിയും അറിയുക. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം നമ്മൾ വിട്ടു നിന്നാൽ പിന്നെ അള്ളാഹ് എന്ന കണക്ഷൻ വിട്ടുപോകും. അതുകൊണ്ട് അള്ളാഹു തആല തന്നെ സംവിധാനിച്ചത് എങ്ങനെയാണ്? മണിക്കൂർ ഇടവിട്ട് അള്ളാഹുവിലേക്ക് വീണ്ടും വിളിക്കും. ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഒരു ആഹാരമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു ഒന്ന് ബാത്റൂമിൽ പോയി വരുമ്പോഴേക്ക് അസറിൻ്റെ ബാങ്കായി, വീണ്ടും അള്ളാഹ്. അസർ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങാടിയിലൊക്കെ പോയി ചെറിയൊരു സാധനമൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോഴേക്ക് മഗ്‌രിബി അള്ളാഹ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് വീണ്ടും അള്ളാഹ്. നമ്മുടെ കണക്ഷൻ വിട്ടുപോയാൽ പിന്നെ അള്ളാഹ് എന്നതിൽ നിന്ന് മനുഷ്യൻ അകലും. നമ്മെപ്പറ്റി അറിയുന്ന റബ്ബ് നമ്മെ അള്ളാഹുവിൻ്റെ കൂടെ നിർത്തുകയാണ്, കൂടെ തന്നെ നിർത്തുകയാണ്. നമുക്ക് ഏറ്റവും മഹബത്തുള്ള ഒന്നിനെ നമുക്ക് വിട്ടുപിരിയാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹു അല്ലാഹ്. നമുക്ക് ഭൂമി സംവിധാനിച്ചത് അള്ളാഹുവാണ്. ആകാശ പന്തലൊരുക്കിയത് അള്ളാഹുവാണ്. സൂര്യനും ചന്ദ്രനും അത് അള്ളാഹുവിൻ്റെതാണ്. ഇരുട്ടും വെളിച്ചവും സംവിധാനിച്ചത് അള്ളാഹുവാണ്. വായുവും വെള്ളവും അള്ളാഹുവിൻ്റെതാണ്. കടലും കരയും അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്ന പാർട്സുകൾ ഓരോന്നും വളരെ വിലപിടിപ്പുള്ളതാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ മഹബത്ത് വെക്കാതിരിക്കാൻ കഴിയും? ആ അള്ളാഹുവിനെ നമുക്കെങ്ങനെ വിട്ട് സഞ്ചരിക്കാൻ കഴിയും? അതുകൊണ്ട് കണ്ണ് നൽകിയ അള്ളാഹ്, കാല് നൽകിയ അള്ളാഹ്, കാത് നൽകിയ അള്ളാഹ്, അല്ലേ, നമുക്ക് കൈകൾ നൽകിയ അള്ളാഹ്, എല്ലാം നൽകിയ അള്ളാഹുവിനെ എപ്പോഴും നമ്മുടെ ഹൃദയം നിറഞ്ഞ് അള്ളാഹു അള്ളാഹ്. ഇങ്ങനെയുള്ള ജീവിതത്തിനാണ് മുസൽമാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. അറിഞ്ഞും ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കാൻ നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കണ്ട മുഹമ്മദുർ റസൂലുള്ളാഹ്. നാം അള്ളാഹുവിനെ നേരിൽ കേട്ടിട്ടില്ല, കേട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്.
നാം അള്ളാഹുവിനെ നേരിൽ അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയ്ക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹുവിന് വഴിപ്പെടാനും അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബിതങ്ങൾ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അത് മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരിക. അള്ളാഹു നമ്മളോട് ആരോടും നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടെ മജ്‌ലിസിൽ അള്ളാഹ് വന്നിരുന്നു. നമ്മളോട് ആരോടും അള്ളാഹു തആല നേരിൽ സംസാരിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് അങ്ങനെ പ്ലാനും ഇല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ നബിയെ, ഭൂമി ലോകത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അള്ളാഹ്ക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളെയാണ് ഏൽപ്പിച്ചത്. അള്ളാഹു തആല പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? ജനങ്ങളോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് നേരിട്ട് പറയാനല്ല എനിക്കിഷ്ടം. പിന്നെയോ അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു ഏൽപ്പിച്ചത് നബിതങ്ങൾ മുഖേന നമുക്ക് ലഭിക്കുക. അതാണ് അള്ളാഹുക്ക് ഇഷ്ടം. അതുകൊണ്ട് അള്ളാഹു തആല നബിതങ്ങളെ നേരിട്ട് ഏൽപ്പിച്ചു. കുൽ, നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക. കുൽ, നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. കുൽ, നബിയെ തങ്ങൾ ആഹ്വാനം ചെയ്യുക. കുൽ, നബിയെ തങ്ങൾ ഉണർത്തുക. കുൽ, നബിയെ തങ്ങൾ ഉപദേശിക്കുക. നബിതങ്ങളെ ഏൽപ്പിച്ചു എല്ലാ വലുതും ചെറുതുമായ കാര്യങ്ങളൊക്കെ. അല്ലേ? ഈമാൻ അത് റസൂലുള്ളാഹി തങ്ങളാ പഠിപ്പിച്ചത്. നിസ്കാരം അത് നബിതങ്ങളാ പഠിപ്പിച്ചത്. അല്ലേ? സക്കാത്ത് നബിതങ്ങളാ പഠിപ്പിച്ചത്. നോമ്പ് നബിതങ്ങളാ. എല്ലാം അല്ലാഹു തആലാക്ക് നമ്മളോട് എന്തൊക്കെ പറയാനുണ്ടോ അത് മുഴുവനും പറയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ നബിതങ്ങൾ നമ്മളോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് അല്ലാഹു തആല നബിതങ്ങളെ ഏൽപ്പിക്കുന്നു, നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലേ? ആ പഠിപ്പിക്കുന്നതിന് ഒരു ആധികാരികത അതാണ് വിശുദ്ധ ഖുർആൻ. പഠിപ്പിക്കുന്നതിന് രേഖ വേണമല്ലോ. ആ രേഖയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ഥാപനം ഖുർആന്റെ തഫ്സീർ പഠിപ്പിക്കുന്ന ദഅവ കോളേജിന്റെ ശരീഅത്ത് കോളേജിന്റെ സ്ഥാപനമാണ്. ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനമാണ്. ഈ സ്ഥാപനം നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ കാര്യങ്ങൾ പഠിപ്പിച്ച് ദാഴികളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ്. കേരളത്തിൽ ധാരാളം ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ആ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ്? നമ്മൾ ഖുർആനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അഥവാ നമ്മൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ആധികാരിക രേഖ അതാണ് ഖുർആൻ. അപ്പം നബിതങ്ങൾ ഖുർആന്റെ സഞ്ചരിക്കുന്ന പതിപ്പാണ്. വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിലുള്ള 30 ജുസ്, 114 അധ്യായം, 6000-ലധികം വരുന്ന ആയത്തുകൾ അത് ഗ്രന്ഥരൂപത്തിൽ ഇരിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ എന്തെല്ലാമാണോ ജനങ്ങളെ പകർത്താൻ പഠിപ്പിച്ചത് അതിൻ്റെ സഞ്ചരിക്കുന്ന പതിപ്പ് മുഹമ്മദ് മുസ്തഫ. ആ ഖുർആനിലേക്ക് നമുക്ക് അല്പം ഒന്ന് കടക്കാം. ഖുർആനിൻ്റെ തുടക്കം ബിസ്മില്ലാഹ്. ആരെ പേരുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ പേരുകൊണ്ടാണ്. ഖുർആനിൻ്റെ അവസാനം മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അല്ലേ? തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പേര്, അവസാനിക്കുന്നത് മനുഷ്യൻ്റെ പേര്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകിയതാണ്. വിശുദ്ധ ഖുർആന്റെ പ്രമേയം തന്നെ മനുഷ്യനാണ്. ഖുർആനിൽ 2 അധ്യായം മനുഷ്യൻ എന്ന പേരിലുണ്ട്. സൂറത്തുൻ നാസ് ഒരധ്യായം, സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ഒരു അധ്യായം. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ എന്ന പരാമർശം 600-ലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യൻ എന്ന പരാമർശം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ ഉത്ഭവം, വളർച്ച, മനുഷ്യ ശരീരത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾ, ഇതെല്ലാം ഖുർആനിൽ പരാമർശമുണ്ട്. അല്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ
ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയ ഇന്ദ്രിയ ബീജം മുതൽ നാളെ സ്വർഗത്തിലെത്തുന്നത് വരെ മനുഷ്യനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആനിൻ്റെ എല്ലാ സംഗതികളും. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രത്യേക അറിവ് എന്താണത്? ഖുർആൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ അക്ഷരം ഏതാ? ബിസ്മില്ലാ. ഏതുകൊണ്ടാണ് തുടങ്ങുന്നത്? ബാ കൊണ്ടാണ് തുടങ്ങുന്നത്. ഖുർആൻ അവസാനിക്കുന്ന അക്ഷരം ഏതാ? സാ. ഞാൻ വിചാരിച്ചു ബാവിനനുസരിച്ച് സാ ആയോ. മോനെ ഇതും കൂടി ഒന്ന് തിരിക്കോ, കുറച്ച് കണ്ണിലേക്ക് ഇങ്ങനെ ഒരൽപ്പം. മതി, മാർഹബ. അപ്പോ ഖുർആൻ തുടങ്ങുന്ന അക്ഷരം ആദ്യ അക്ഷരം ബാ, അവസാനിക്കുന്ന അക്ഷരം സീന്. ബാവും സീനും ചേർത്ത് വെച്ചാൽ ഒരു പുതിയ പദം രൂപപ്പെടും. അതൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾ. ബസ് ഇത് മതി, ബസ് ഇത് മതി. ബാ കൊണ്ട് തുടങ്ങി സീന് കൊണ്ട് അവസാനിക്കുന്ന, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങി മനുഷ്യൻ്റെ പേര് കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആൻ ബസ്. ആണിനും പെണ്ണിനും ഇത് മതി, ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി, ആരോഗ്യത്തിലും രോഗത്തിലും ഇത് മതി, ഡോക്ടർക്കും രോഗിക്കും ഇത് മതി, ഉസ്താദിനും ശിഷ്യനും ഇത് മതി, ഷെയ്ഖിനും മുരീദിനും ഇത് മതി, ദുനിയാവിലും ആഖിറത്തിലും ഇത് മതി, ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും എല്ലാം വിശ്വാസികളെ ഖുർആൻ മതിയായതാണ്. അങ്ങനെയുള്ള ഒരു ഖുർആൻ അല്ലാഹു തആല നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. വിജ്ഞാനങ്ങളായ വിജ്ഞാനങ്ങൾ മുഴുവനും ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂര്യനെ കുറിച്ച് 37 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പോരാത്തതിന് ഒരു അധ്യായത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ്. എന്തിനെയാണ് ഖുർആൻ ഇത്രയധികം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സൂര്യനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്? പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നതിൽ ഊർജം നൽകുന്ന സൂര്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. വിശുദ്ധ ഖുർആനിൽ ചന്ദ്രനെ കുറിച്ച് ഒരു സൂറത്തുണ്ട്. 24 പ്രാവശ്യമോ 27 പ്രാവശ്യമോ ചന്ദ്രനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. സൂര്യൻ ഭരണാധികാരിയാണെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ്. ഈ രൂപത്തിൽ നമുക്ക് ചന്ദ്രനെയും ഖുർആനിനെയും, ചന്ദ്രനെയും സൂര്യനെയും മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ്? അൽ ഹയവാനാത്ത് ഫിൽ ഖുർആൻ, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജീവികൾ, അതിനെ സംബന്ധിച്ച് മാത്രം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പ്രബന്ധങ്ങളുണ്ട്. അസ്സമാഉ ഫിൽ ഖുർആൻ, ആകാശം ഖുർആനിൽ, അൽ അർളു ഫിൽ ഖുർആൻ, ഖുർആനിലെ അത്തുയൂറു ഫിൽ ഖുർആൻ, ഖുർആനിലെ പക്ഷികൾ, അൽ അസ്റ്റാർ ഫിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചെടികളും മരങ്ങളും. ഇങ്ങനെ നമുക്ക് നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ബസ് ഇത് മതി. ഏത് കാർഷിക ശാസ്ത്രജ്ഞനും, ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും, ഏത് ശാസ്ത്രജ്ഞന്മാരായാലും അവർക്കെല്ലാം ഗവേഷണം നടത്താൻ ബസ് ഈ ഖുർആൻ മതിയായതാണ്. സങ്കടം എന്താണ്? ഖുർആനിൻ്റെ വിശ്വാസികളായ നാം വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നില്ല എന്നതാണ്. എന്നാൽ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തൊക്കെ നിങ്ങൾ നല്ലോണം ചൊല്ലിക്കോളി, അതിന് ഒരു പ്രശ്നവും വരാനില്ല. ഒന്നും മിണ്ടാതിരുന്നാലും മലക്കുകൾ പോയി പോകും. അവർക്ക് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ? അപ്പോഴല്ലേ അവർ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറ് തരട്ടെ. ഞാൻ ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വയലു പറയും, നമ്മളിങ്ങനെ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലാൻ നല്ല ഉഷാറുണ്ടാവും. അപ്പം നമുക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നും. ഒരു ഫുട്ബോൾ കളി കാണാൻ പോയാൽ അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിക്കലല്ല, പന്ത് ഇങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ ഒന്നെന്താക്കണം, മുട്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കണം. നിങ്ങൾക്കിത് ആവശ്യമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ ആമീനും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കിട്ടണ്ടേ. നിങ്ങൾ വേറെ ഏതോ ലോകത്തും, ഞാനിങ്ങനെ ഒരു മാനസിക രോഗിയായിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തെരുമാറാവട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന മഹാന്മാർ
ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം. ആരാ പറയുന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം. ആരാ പറയുന്നത്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കാലം. ആരാ പറയുന്നത്? മുത്തുനബിയുടെ കൂടെ നിന്നുകൊണ്ട് ഖുർആൻ പഠിച്ചിരിക്കുന്ന മഹാന്മാർ. ഒരാളെ ഉദാഹരണത്തിന് പറയാം. കാത്തിബുൽ വഹി എന്ന സ്ഥാനപ്പേര് ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. കാത്തിബുൽ വഹി, വഹി എഴുതി വെക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആൾ. അള്ളാഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ ഓർഡർ വഹിയാണ് കിട്ടിയാൽ, ആ കിട്ടിയ ഉടനെ നബി തങ്ങൾ ആദ്യം ഓതിക്കൊടുക്കുന്നത് ആർക്കാണ്? ഖുർആൻ എഴുതി വെക്കുന്ന ആൾക്കാണ്. നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതിക്കൊടുത്താൽ അപ്പം നബി തങ്ങൾ അത് ഓതിക്കൊടുക്കുന്ന ആദ്യമായിട്ട് അത് ഓതിക്കൊടുക്കുന്നതായിരിക്കും കാത്തിബുൽ വഹി. 1.25 ലക്ഷം സ്വഹാബാക്കളുടെ കൂട്ടത്തിലും ലോക മുസ്ലിങ്ങളിലും ഒറ്റ ആൾക്ക് മാത്രമാണ് കാത്തിബുൽ വഹി, വഹി എഴുതി വെക്കുന്ന ആൾ എന്ന പദവി ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ആരാണത്? അത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എൻ്റെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും അവരെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദുമാരും സെയ്ദ് ബിൻ സാബിത്ത് തങ്ങളെക്കുറിച്ച് ഒരല്പം അറിയണം. സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, എനിക്ക് 13 വയസ്സ് പൂർത്തിയായി വരുന്നേ ഉള്ളൂ. അന്ന് ഹിജറ 2-ാം വർഷമാണ്. മദീന മുനവ്വറിൽ റമളാനിന്റെ തൊട്ട് മുമ്പ് ബദറിന്റെ അംവാജുൽ ബദറിന്റെ തിരമാലകൾ ഇങ്ങനെ അലയടിക്കുകയാണ് അവിടെ. അതെന്താ കാരണം? 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിലെ ദുരിതപൂർണമായ അനുഭവം. അവിടെ നിന്ന് മദീനയിലേക്ക് മനസ്സ് പറിച്ചു നട്ടിരിക്കുന്ന സുഹാബ 450 കിലോമീറ്റർ മക്ക വിട്ട് മദീനയിൽ വന്നിട്ടും ഇനി മദീനയിൽ ഇസ്ലാം വളർന്ന് വരികയാണ്. മദീനക്കാർ മാത്രമല്ല, മദീന ഒരു സൊസൈറ്റിയായി വരികയാണ്. മദീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആവുകയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ മക്കയിലെ ശത്രുക്കൾക്ക് വളരെയധികം പ്രതിസന്ധിയായി. അവർ അവിടെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാളങ്ങളും ആയുധങ്ങളും സജ്ജീകരിച്ച് മദീനയിലേക്ക് വർഷങ്ങൾ നീണ്ടുനിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരുക്കിയിട്ട് അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് ഇങ്ങോട്ട്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തിയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ പട്ടാള ശക്തിയും ആയുധ ബലവും അവർ ബദറിൽ കേന്ദ്രീകരിച്ച് മദീനയെ നാമാവശേഷമാക്കാൻ തീരുമാനിക്കാൻ. അപ്പോഴാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ പ്രതിരോധത്തിന് വേണ്ടി തീരുമാനിക്കുന്നത്. ആ പ്രതിരോധ നിര കെട്ടിപ്പടുക്കുമ്പോൾ പട്ടാളക്കാരെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി തങ്ങൾ. പട്ടാളത്തിലേക്ക് ഇങ്ങനെ മുഹാജിറുകൾ അൻസാരികൾ പട്ടാളത്തിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ ഒരു ദിവസം ഹിജറ 2-ാം വർഷം 13 വയസ്സ് തികയാത്തൊരു കൊച്ചു ബാലൻ ഉമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലെത്തി. ബീവി നൂറ ബിൻത്ത് മലിക് അവര് മകന്റെ കയ്യും പിടിച്ചു വന്നു. ആ കുട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വന്നിരിക്കുന്നത് തങ്ങളുടെ സാമീപ്യത്ത് തന്നെ എനിക്ക് നിൽക്കണം, അവിടുത്തെ ഒരു പൊരുത്തം കിട്ടണം. ഇപ്പൊ ബദറിലേക്ക് പട്ടാളക്കാരെ എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പട്ടാളത്തിൽ ചേരാൻ ഉദ്ദേശിച്ചു വന്നതാ. നബി തങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ അറബികൾ ഉപയോഗിക്കുന്ന നല്ല ഒരു വാളുണ്ട്. വാളിന്റെ വലിപ്പവും കുട്ടിയുടെ വലിപ്പവും നോക്കിയാൽ വാളാണ് വലിപ്പം കൂടുതൽ. അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോൾ സഭ മുഴുവൻ അത്ഭുതപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ മുഖപ്രകാശത്തോടു കൂടെ ആശ്ചര്യജനകമായി ആ കുട്ടിയെ ഒന്ന് നോക്കി. ആ കുട്ടിയുടെ വാക്കെന്താണ്? നബിയെ, വാളും പിടിച്ച് നിന്നുകൊണ്ട് എന്നെ ബദറിലേക്കുള്ള പട്ടാളത്തിൽ ചേർക്കണമെന്നാണ്. യാ റബ്ബ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കിയിട്ട് റസൂലുള്ള സന്തോഷത്തിൽ ചുമലിൽ ഇങ്ങനെ ഒന്ന് മുട്ടി, അങ്ങനെ ഉണ്ടല്ലോ ഒരു സന്തോഷം. ആ സന്തോഷപ്പെട്ടൊന്ന് ചുമലിലൊന്ന് ഇങ്ങനെ തട്ടിയിട്ട്, മോനെ അൽഹംദുലില്ലാ, മകന്റെ അപേക്ഷയെ അംഗീകരിച്ചും സന്തോഷപ്പെടുത്തിയും നബി തങ്ങളൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ പട്ടാളത്തിലേക്ക് എടുക്കാനുള്ള പ്രായമായില്ലല്ലോ, പട്ടാളത്തിൽ ചേരാനുള്ള സമയമായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിക്കത് വല്ലാത്ത ഒരു വിഷമമായി. നബി തങ്ങൾ പട്ടാളത്തിലേക്ക് സമയമാകാത്തത് കൊണ്ട് എടുക്കാതെ തിരിച്ചയച്ചപ്പോൾ ആ കുട്ടി പുറത്തിറങ്ങിയിട്ട് വാളുകൊണ്ട് നിലത്തൊന്ന് മുട്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസം രേഖപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടി പിന്നീട് ആലോചിക്കാണ്, അർഹമുർ-റാഹിമീനായ റബ്ബേ, മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിലെത്തിയിട്ട് അവിടുത്തെ ഏറ്റവും സാമീപ്യമുള്ള ഒരു പ്രവർത്തകനാകാൻ,
എനിക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ പട്ടാളത്തിൽ ചേരണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് സമയമാകാത്തത് കൊണ്ട് എന്നെ തിരിച്ചയച്ചല്ലോ. ഇനി ആ ചെറിയ കുട്ടി അവിടുത്തെ ഉമ്മയോട് പോയിട്ട് പറയുകയാണ്, ഉമ്മ, മുത്തുനബി നമ്മെ തിരിച്ചയച്ചില്ലേ, എനിക്ക് ഇനി റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാൻ എന്തൊരു ഭാഗ്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിക്കട്ടെ. ഉമ്മയും മകനും കൂടി നല്ലൊരു തീരുമാനത്തിലെത്തി. എന്താണ് ആ തീരുമാനം? ഉമ്മാനോട് മോൻ പറയാണ്, ഉമ്മ, പട്ടാളത്തിൽ ചേർക്കാനല്ലേ പ്രായം നോക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ നബിതങ്ങളതാ ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ട്, ഖുർആൻ തഫ്സീർ പഠിക്കുന്നവരുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ ഇരിക്കുന്നു. അവരെ കൂട്ടത്തിൽ പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, യുവാക്കളുണ്ട്. ഇതൊക്കെ നിറഞ്ഞവരാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ദർസിൽ ചേർന്നാൽ, ഖുർആൻ പഠിക്കാൻ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നാൽ, മുത്തുനബിയുടെ കൂടെ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രായപരിധിയില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നെ റസൂലുള്ളാഹിന്റെ ദർസിൽ ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ സ്വഹാബിയായ കുട്ടി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മാന്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ഉമ്മ പിന്നെ മോനെ ഇങ്ങനെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉമ്മയുടെ ആങ്ങളമാര് തുടങ്ങിയ വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് അവരും വന്നു. അല്ലാഹു റബ്ബി, പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കല്ലേ, അപ്പൊ മോനെ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സമയത്ത് ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ, എൻ്റെ ഈ മോനുണ്ടല്ലോ, തങ്ങൾ എങ്ങനെയാണോ ഖുർആൻ ഓതുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും. തങ്ങൾ എങ്ങനെയാണോ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്ന ഖുർആൻ ഞങ്ങൾക്ക് ഓതിത്തരുന്നത് അതേപോലെ ഈ കുട്ടി ഖുർആൻ ഓതും നബിയേ. അതങ്ങ് കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായി. ഒരു കോളേജിലൊക്കെ ചേരാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ലേ, +1 ചേരുകയാണെങ്കിൽ, SLC ചേരുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഏതിനും, അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ കുട്ടിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മഅ സഖാഫത്തുൽ ഇസ്ലാമിയ, 33ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അത് 2000 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താ, 8ാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയെ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടിക്ക് 4ാം ക്ലാസ്സിൽ വിവരമില്ല. പിന്നെ അവനെങ്ങനെ 8ാം ക്ലാസ്സിൽ ചേരും? അപ്പോൾ ഉസ്താദന്മാർ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, ആ കുട്ടിയെ നമുക്ക് ചേർക്കാൻ കഴിയില്ല, എന്താ ഇപ്പം ചെയ്യുക? ഞാൻ പറഞ്ഞു, മെല്ലെ സമാധാനത്തിൽ വാപ്പയോട് പറഞ്ഞേക്കും. വാപ്പയുടെ അടുത്ത് വിവരം പറഞ്ഞപ്പോൾ വാപ്പാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വാപ്പ ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കുട്ടിയെ ഞാനിവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാം അവൻ പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ കോളേജ് ഉണ്ടാക്കിയത്? പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ ജയിച്ചിട്ട് പഠിച്ച കുട്ടികളെ പഠിപ്പിക്കാനാണ്? പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനല്ലേ ഇത് ഉണ്ടാക്കണത്. അതുകൊണ്ട് എൻ്റെ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ഓനവിടെ ചേർത്ത് പഠിപ്പിക്കണം എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ അയാളെ ഇരുത്തി ഒരു കട്ടൻ ചായയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചാൽ നിങ്ങളിവിടെ ചേർന്നോളി എന്നാണ്. അങ്ങനെയാണ് പിന്നെ പ്രശ്നം പരിഹരിച്ചത്. അല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ മതിയെങ്കിൽ അത്രയല്ലോ. ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ചേർക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മെമ്മറി പവർ ഉണ്ടോ? അവനത് ജിജ്ഞാസയുണ്ടോ? മാതാപിതാക്കൾക്ക് അവനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ? അതല്ല വെറുതെ ഭക്ഷണം കഴിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പിന്നെ ബാപ്പാനെ ചേർക്കല്ലേ നല്ലത്.